ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മളൊരു ചെറിയ കേക്ക് വ്ളോഗാണ് ചെയ്യുന്നത്. ഏകദേശം 10 കിലോൻ്റെ മുകളിൽ ബേക്കിംഗ് വന്ന ഒരു ഡേ ആയിരുന്നു ഇത്. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഷുഗർ സിറപ്പാണ് ചെയ്തെടുക്കുന്നത്. ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും പിന്നെ റെഡ് വെൽവെറ്റും ആണ് നമുക്ക് കിട്ടിയ ഓർഡേഴ്സ്. അതിൽ റെഡ് വെൽവെറ്റും ബ്ലാക്ക് ഫോറസ്റ്റും 2 കിലോ വീതവും പിന്നെ 2 കിലോ 2 ടയർ ആയിട്ട് ആണ് ചെയ്യേണ്ടത്. പിന്നീട് നമുക്ക് വന്നിട്ടുള്ളത് എബോവ് 6.5 kg വരുന്ന ഒരു കേക്കാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. 90 സെൻറ്റിമീറ്റർ വരുന്ന ഒരു കേക്കായിരുന്നു അത്. അപ്പോൾ അതിൽ കുറേ പേര് കമൻസിൽ കുറച്ച് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് 100 ഗ്രാം അളവിൽ ഞാൻ ചെറീസ് എടുത്തിട്ടുണ്ട്. അത് ഒരു കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ചെയ്തെടുക്കണം. ഷുഗർ സിറപ്പിനായിട്ട് 11 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 11 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 7 കപ്പോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. ശേഷം നമുക്ക് അടുത്തതായിട്ട് 6.5 കിലോ വെയിറ്റ് വരുന്ന ആ വലിയ കേക്കില്ലേ, അതിൻ്റെ കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇനി അടുത്തതായിട്ട് 2 ടയർ ചെയ്യാനുള്ള കേക്ക് ടിന്നുകളെല്ലാം ബട്ടർ പേപ്പർ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റെഡ് വെൽവെറ്റിനുള്ള കേക്ക് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് 6 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരെങ്കിലും കണ്ടു നോക്കുക. നമ്മൾ റെസിപ്പിക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നല്ല ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ അതിൻ്റെ പേരിൽ റെസിപ്പിയൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ആണ് നമ്മൾ താഴെയുള്ള ടയർ ചെയ്തെടുക്കുന്നത്. പിന്നെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് മുകളിലുള്ള ടയർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കേക്കുകളെല്ലാം ഇവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഉച്ചയ്ക്ക് നിന്നതാണ് ബേക്ക് ചെയ്യാനായിട്ട്. ഏകദേശം രാത്രി ആയിട്ടുണ്ട് ഇത് ബേക്കിംഗ് ഒക്കെ കഴിയാനായിട്ട്. കാരണം 45 മിനിറ്റ് എടുക്കും ഏകദേശം ഈ ഒരു വലിയ കേക്കൊക്കെ ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട്. വലിയ കേക്ക് നമുക്ക് 3 എണ്ണം ഉണ്ട്. പിന്നെ ഏകദേശം ആ ഒരു 1.5 kg ടിന്നിലുള്ള കേക്കെല്ലാം 35-40 മിനിറ്റ് ഒക്കെ എടുക്കും ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് 2 ടയറിനുള്ള കേക്കെല്ലാം ഫ്രോസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ബേക്കിംഗ് കഴിഞ്ഞാൽ പിന്നീട് 2 ടയറിൻ്റെ ഓർഡേഴ്സിനുള്ള പ്രിപ്പറേഷനാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ 2 ടയർ ചെയ്തെടുക്കുമ്പം നമ്മൾ ഫ്രോസ്റ്റ് ചെയ്തിട്ട് മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലാണ് നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാക്ക് ചെയ്ത് വെക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ടൈം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് 2 ടയർ കേക്കിൽ. അപ്പോൾ ഈ 2 kg 2 ടയർ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഫിയോണയുടെ ഒരു ബോട്ടിൽ മുഴുവനായിട്ട് എനിക്ക് ആവശ്യം വരാറുണ്ട്. പലവരും പല ടൈപ്പിലാണ്. ഇപ്പം ചിലവരധികം ക്രീം ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യില്ല. അപ്പോൾ എനിക്ക് ഈ ഒരു ബോട്ടിൽ കറക്റ്റാണ് 2 kg 2 ടയറിനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 kgൻ്റെ ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലാണ് നമ്മുടെ കേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഫില്ലിംഗ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നോർമലായിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് തന്നെയാണ്. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിനും വൈറ്റ് ഫോറസ്റ്റിനും യൂസ് ചെയ്യുന്ന സെയിം ഷുഗർ സിറപ്പ് തന്നെയാണ് നമ്മൾ റെഡ് വെൽവെറ്റിനും യൂസ് ചെയ്യുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിൽക്കിലും ചെയ്തെടുക്കാം. അപ്പോഴും നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷേ എനിക്ക് ഒന്നും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതേപോലെ നമ്മൾ ചെറി സിറപ്പിൽ ഫ്രോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ്. റെഡ് വെൽവെറ്റും ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഈ 3 കേക്കും ഞാൻ സെയിം ഷുഗർ സിറപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് 2 ടയറിനുള്ള 2 കേക്കും ഇവിടെ ഫ്രോസ്റ്റ് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും ഇതേപോലെ ക്രം കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കേക്ക്സും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസായിട്ട് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ഫോളോ ചെയ്യണേ. യമ്മി മലബാർ തന്നെയാണ് ഇൻസ്റ്റഗ്രാം ഐ ഡിയും. ഇനി നമുക്ക് ആ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൂടി ഇതേപോലെ കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അവിടെ കോട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്രം കോട്ട് ചെയ്ത് മാറ്റി വെച്ച ആ റെഡ് വെൽവെറ്റ് കേക്ക് മുഴുവനായിട്ട് ക്രീം വെച്ചിട്ട് 2 കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ള കളർ പിങ്ക് ആയിരുന്നു. അപ്പോൾ പുറമേയുള്ള കളർ ചെറുതായിട്ട് മാജിക് കളേഴ്സിൻ്റെ പിങ്ക് കളർ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും കഴിഞ്ഞു. ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി അടുത്തതായിട്ടുള്ള ക്ലീനിങ് പരിപാടിയാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും വിയേർഡാണ്
കിച്ചണ്. കാരണം അത്രയും വൃത്തികേടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ നിങ്ങളൊരു ഹോം ബേക്കർ ആണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കറിയാം എത്രമാത്രം കിച്ചണ് നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടാകുമെന്ന്. അപ്പോൾ ഇനി ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉറങ്ങാനായിട്ട് പോവുകയാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ആ വലിയ കേക്ക് സെറ്റ് ചെയ്യുന്നതും. പിന്നെ വളരെ കുറച്ച് ഫോണ്ടൻ വർക്ക് കൂടിയുണ്ട്. അത് മോർണിംഗ് ചെയ്യാമെന്ന് കരുതി. തലേ ദിവസമാണ് യൂഷ്വലി ഞാൻ ഫോണ്ടൻ വർക്കൊക്കെ ചെയ്ത് വെക്കാറ്. പക്ഷേ ടയേർഡ് ആയതുകൊണ്ട് രാത്രി പിന്നെ ചെയ്യാൻ നിന്നില്ല. മോർണിംഗ് എഴുന്നേറ്റ് ചെയ്യാമെന്ന് കരുതി. പാത്രങ്ങളെല്ലാം വാഷ് ചെയ്യുന്നതിന് മുമ്പ് പിറ്റേ ദിവസം നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റിലേക്കും വൈറ്റ് ഫോറസ്റ്റിലേക്കും വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ക്ലീനിങ് ചെയ്തെടുത്തത്. ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഒരു പരിപാടി കൂടി ഉണ്ടായിരുന്നു. നമ്മുടെ 6 കിലോൻ്റെ സ്പഞ്ചെല്ലാം ക്ലിംഗ് റാപ്പർ വെച്ച് കവർ ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ വെച്ചു. പിറ്റേ ദിവസം രാവിലെ ആയതിനു ശേഷം ആദ്യം തന്നെ ഫോണ്ടൻ വർക്ക് എല്ലാം ചെയ്തു വെച്ചു. പിന്നീട് നമ്മൾ കേക്കിനുള്ള ക്രീം ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം നമ്മുടെ ഈ 6.5 കിലോ കേക്ക് നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മുഴുവനായിട്ട് 3.5 ബോട്ടിൽ ആവശ്യം വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കേക്ക് മുഴുവനായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ക്രീമെല്ലാം ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് ബീറ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് പേര് കമൻറ്റ് ചെയ്തതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ പറയാനായിട്ട്. ഇപ്പോൾ കസ്റ്റമർ 10 മണിക്കാണ് ഞാൻ അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 7 മണിക്ക് തന്നെ ഞാൻ ഇതിൻ്റെ ഫ്രോസ്റ്റിംഗ് പരിപാടിയെല്ലാം തുടങ്ങി. കാരണം നമുക്ക് ഈ ഒരു കേക്ക് ഒരിക്കലും ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റില്ല, അത്രയും വലിപ്പമുണ്ട് ഇത്. അപ്പോൾ അതിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ഫ്രിഡ്ജിൽ വെക്കില്ലേ, എങ്ങനെയാണ് വെക്കുക, എങ്ങനെയാണ് കൊണ്ടുപോവുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള ഡൗട്ടെല്ലാം ഞാൻ ഇതിൽ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ഏകദേശം കസ്റ്റമർ വരുന്ന ആ സമയത്ത് ഇത് സെറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് സെറ്റ് ചെയ്ത് എടുത്ത ഉടനെ തന്നെ നമ്മൾ അവർക്ക് ഡെലിവറി ചെയ്യാനുണ്ടായത്. നമ്മൾ ഡെലിവറി ചെയ്ത ആ ടൈമിൽ തന്നെയായിരിക്കും അവരുടെ പ്രോഗ്രാമിൻ്റെ ടൈമും. അങ്ങനെയാണ് ഈ ഒരു കേക്ക് നമ്മൾ അവർക്ക് കൊടുക്കുക. പിന്നെ ഈ കേക്കിൻ്റെ ബോർഡർ ചെയ്ത നോസിൽ നമ്മൾ റോസറ്റൊക്കെ വരച്ചെടുക്കുന്ന സ്റ്റാർ നോസിലില്ലേ, അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ബോർഡർ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 10 മണി ആകുമ്പോഴേക്കും നമ്മുടെ കേക്കിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ വന്നിട്ട് അവർ കേക്ക് കൊണ്ടുപോയി കാറിൻ്റെ ഡിക്ക് ഓപ്പൺ ചെയ്തിട്ട് അവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അവർ പോയ ഉടനെ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത കേക്ക് 1 മണി ആകുമ്പോഴേക്കും ഡെലിവറി ചെയ്യണം. അപ്പോൾ നമ്മുടെ കേക്ക് ഇതേപോലെ സ്റ്റാക്ക് ചെയ്തിട്ട് വെച്ചു. എന്നിട്ട് സെൻറ്ററിലായിട്ട് ഒരു സ്ക്യൂർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ 2 കേക്കിൻ്റെ വീഡിയോയിലും ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാണിച്ചില്ല എന്നുള്ളൂ. അപ്പോൾ ഈ കേക്ക് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പിക്കാണ് ഈ കാണുന്നത്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞ പോലെയാണ് നമ്മുടെ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ സൈഡിലായിട്ട് ഗോൾഡൻ ഡ്രിപ്പ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സ് കൂടി വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കേക്കിൽ ഒരല്പം മാഷ്മെലോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ബേബിയുടെ നെയിമും കൂടി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കേക്ക് ഇഷ്ടമായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് കേക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്